പുഷ്പ 2ൻ്റെ ട്രെയിലർ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് പാറ്റ്നയിൽ വെച്ച് അല്ലു അർജുൻ ആയിരുന്നു പുഷ്പ 2ൻ്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തിരുന്നത്. ട്രെയിലർ ലോഞ്ചിങ് ഇവൻ്റൊക്കെ ഭയങ്കര അടിപൊളി ഗ്രാൻഡഡ് പരിപാടിയായിരുന്നു. അപ്പോൾ നമുക്ക് പുഷ്പ 1ൽ നമ്മൾ നിർത്തിയെടുത്താണ് ഇപ്പോൾ പുഷ്പ 2 തുടങ്ങിയിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ പുഷ്പ 2ൻ്റെ ട്രെയിലറിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ലാത്ത ഹിഡൻ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നൊരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ട്രെയിലർ മാത്രമല്ല നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഒരു വീഡിയോ വന്നിരുന്നു, അതായത് വേർ ഇസ് പുഷ്പ എന്നുള്ളൊരു പുഷ്പയുടെ ബർത്ത്ഡേയുടെ, അതായത് നമ്മുടെ അല്ലു അർജുൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഒരു വീഡിയോ വന്നിരുന്നു. ആ വീഡിയോയും അതിനു മുമ്പ് ടീസറും വന്നിരുന്നു. ആ രണ്ടും കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ട്രെയിലറിൻ്റെ ഹിഡൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ അന്നേ തന്നെ മനസ്സിലായിരുന്നു. ആ ഒരു കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. ആ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് പറഞ്ഞാൽ എവിടെയാണ് പുഷ്പ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തോടെയായിരുന്നു ആ വീഡിയോ തുടങ്ങിയിരുന്നത്. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. വെറും ഒരു സാധാരണ ഒരു സ്മഗ്ലറല്ല പുഷ്പ എന്ന് പറയുന്നു. ഒരുപാട് പേര് പുഷ്പയെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. പുഷ്പ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള സഹായങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പുഷ്പ ജപ്പാൻ, ചൈന എന്നുള്ള രാജ്യങ്ങളാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ പുഷ്പ മരിച്ചു എന്നുള്ള രീതിയിൽ ഒരുപാട് കിംവദന്തികൾ പരത്തുമ്പോഴായിരുന്നു പുഷ്പയുടെ ആ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് തെളിവായിട്ടുള്ള ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ടി വിയിലൂടെ അവർ കാണുന്നതും അവരത് ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ഒക്കെ ചെയ്യുന്നു. പിന്നെ പുഷ്പയുടെ റൂളിംഗ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദ പുഷ്പ റൂൾ എന്നുള്ള ഈ ഒരു പേരും ഈ ഒരു മൂവിക്ക് വരാൻ കാരണം. അപ്പോൾ ഈ ഒരു ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് ലോറികൾ വരുന്നുണ്ട്. അത് പുഷ്പയുടെ ലോറികൾ തന്നെയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്ന സീനിൽ നമുക്ക് വ്യക്തമായിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു സെൻട്രൽ മിനിസ്റ്റർ തന്നെയാണ് ജഗപതി ബാബു അവതരിപ്പിക്കുന്ന ഒരു ആരാണ് പുഷ്പ എന്ന്. അത് പുഷ്പയുടെ ഒരു ഇൻട്രഡക്ഷൻ തന്നെയാണ് അവിടെ കാണിക്കാൻ പോകുന്നത്. ആ ഒരു ഇൻട്രഡക്ഷൻ കാണിക്കുന്ന ഒരു രീതിയിൽ നിന്നും എന്താണ് പുഷ്പ, പുഷ്പയുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം വ്യക്തമാക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫൈറ്റ് സീനാണ് നമുക്ക് ആദ്യം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ ഇതിൽ നിങ്ങൾ ആദ്യം തന്നെ കണ്ടിരുന്നു ZPMC എന്നുള്ള ഒരു കമ്പനിയുടെ പേരും MOL എന്നുള്ള പേരും. ഇത് രണ്ടും ജാപ്പനീസ് ആയിട്ടുള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയും കൺസൈൻമെൻറ്റ് കമ്പനിയുമാണ്. അപ്പോൾ പുഷ്പ നാഷണൽ അല്ല ഇൻ്റർനാഷണൽ എന്ന് പറയുന്നുണ്ട് ഒരു ഡയലോഗ്. അതിൽ നിന്ന് മനസ്സിലാക്കാം പുഷ്പയുടെ ഇപ്പോഴത്തെ ഡീലുകളും കാര്യങ്ങളൊക്കെ തന്നെ നാഷണൽ വൈസ് അല്ല ഇൻ്റർനാഷണൽ വൈസ് ആണെന്ന്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഈ മൂവി സാധാരണ ഒരു ലെവലിലുള്ള മൂവിയല്ല, പുഷ്പയുടെ അടുത്തൊരു ലെവലിലേക്കുള്ള മാസ് കാണിക്കുന്ന ഒരു മൂവി തന്നെയാണ്. അപ്പോൾ ഇതിന് കുറേ KGFൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. KGFൽ റോക്കി ബൈ സ്വർണം കൊണ്ടാണ് കളിച്ചതെങ്കിൽ പുഷ്പയിൽ നമ്മുടെ പുഷ്പ ഇത് നമുക്ക് ചന്ദനം മരം കൊണ്ടാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചന്ദനം വെട്ടി ജാപ്പനീസുകാർക്ക് ഏറ്റവും ആവശ്യമുള്ള ഈ ഒരു ചന്ദനം, അവരുടെ ആർട്ട് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ചന്ദനം കടത്തിക്കൊണ്ട് പുഷ്പ ഭയങ്കര അധികം സ്വർണവും പണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ മുന്നേറുന്ന പുഷ്പ അവരുടെ നാട്ടുകാർക്ക് സഹായം ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുഷ്പ തന്നെ ആ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, എൻ്റെ ഒരു പൈസ പോലും ഞാൻ എവിടെയും കളയാൻ തയ്യാറല്ല, ഞാൻ അതിനുവേണ്ടി 7 കരയും 7 കടലും താണ്ടാൻ കൂടി തയ്യാറാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ജപ്പാനിൽ പോയിട്ടുള്ള ആ ഫൈറ്റുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നീട് ഒരു സീനിൽ കാണിക്കുന്നുണ്ട് പുഷ്പ ഒരു ഹെലികോപ്റ്ററിൽ ഇറങ്ങിയിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ. ഈ ഒരു ഫൈറ്റ് എനിക്ക് മനസ്സിലാവുന്ന പുഷ്പ, അതായത് പുഷ്പയുടെ അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യയിലുള്ള മകനാണ്. ആദ്യത്തെ ഭാര്യയിലുള്ള മക്കൾ പുഷ്പേനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും അതുമല്ല പുഷ്പയുടെ വേണ്ടപ്പെട്ട ആരെയോ കടത്തിക്കൊണ്ട് വന്ന് പുഷ്പയെ ത്രെട്ടൻ ചെയ്യുന്നതായിട്ടുള്ള സീനിൽ പുഷ്പ വന്ന് അടിക്കാൻ നോക്കുമ്പോൾ പുഷ്പേനെ, അതായത് നീ ഭാര്യയുടെ പുറകിൽ നിന്ന് നടക്കുന്നവനല്ലേ, നീ ഭാര്യ പറയുന്നത് കേൾക്കുന്നവനല്ലേ എന്ന് പറയുമ്പോൾ പുഷ്പേനെ സാരി കെട്ടി കോമാളിയാക്കി ശ്രമിക്കുന്നു. എന്നാൽ അതേ സമയത്ത് പുഷ്പ അവരെയൊക്കെ ഭയങ്കരമായിട്ട് തിരിച്ചടിച്ചുകൊണ്ട് തന്നെ പുഷ്പ ആ ഒരു സീനിൽ തന്നെ മാസ് കാട്ടുന്നു. അത് നമുക്ക് വ്യക്തമായി മനസ്സിലാകും പുഷ്പയുടെ പുറകിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സീനിലുണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് അടുത്തൊരു സീനിൽ നമുക്ക് ഇതുപോലെ സ്ത്രീകളുടെ വേഷം ധരിപ്പിച്ച് പാതി മുണ്ടനം ചെയ്തുകൊണ്ട് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ ഒരു സീനിൻ്റെ റിവെഞ്ച് തന്നെയാണെന്ന്. ഈ ഒരു സീനുകളൊക്കെ തന്നെ പറയുന്നുണ്ട് പുഷ്പ ആ ഒരു MP പറയുന്നുണ്ട്, അവനോട് പറഞ്ഞേക്ക് ഞാൻ എൻ്റെ ഭാര്യ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ആ ഒരു സീനുകൾ കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാര്യയോടുള്ള സ്നേഹമുള്ള സീനുകളൊക്കെ കാര്യങ്ങളൊക്കെ ഈ ഒരു ട്രെയിലറിൽ വ്യക്തമായിട്ട് തന്നെ എടുത്തു കാണിക്കുന്നത്. എന്നാൽ പുഷ്പ ഈ ആരോടാണ് പറയാൻ പറഞ്ഞതെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരിതില്ല. എന്നാലും നമുക്ക് മനസ്സിലാക്കാം ഒന്നുകിൽ ഫഹദ് ഫാസിലിനോടോ അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ മിനിസ്റ്ററിനോടോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ജാപ്പനീസ് ആയിട്ടുള്ള ആൾക്കാരോടായിരിക്കില്ല എനിക്ക് മാക്സിമം പറയാൻ വന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രെയിലറിൽ എവിടെയും നമ്മുടെ മംഗളം പ്രകാശ്, അതായത് പ്രകാശ് രാജിൻ്റെ ഒരു സീനുകളും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ആ ഒരു ക്യാരക്ടർ, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, അങ്ങനെ ഒരു കാസ്റ്റിംഗ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം.
ട്രെയിലറിലൊന്നും കാണിക്കാത്തതുകൊണ്ട് തന്നെ മംഗളം പ്രകാശ് എന്നുള്ളൊരു ക്യാരക്ടർ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറിനാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പുഷ്പയിൽ 1 ഫഹദ് ഫാസിൽ മാത്രമായിട്ട് വില്ലനായിട്ട് നമുക്ക് അവസാനിക്കുമ്പോഴും മംഗളം ശ്രീനു ഒന്നുമല്ല, ഇതിൽ മംഗളം പ്രകാശിൻ്റെ ഒരു സീൻ വരാൻ പോകുന്നുണ്ട്. കൊണ്ടാറെഡ്ഡിയുമായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ അങ്ങനെ തന്നെയുണ്ട്. കൊണ്ടാറെഡ്ഡിയുടെ ഗ്യാങ്ങിൻ്റെ ഒരു ഫൈറ്റും കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഈ ഒരു എടുത്തു പറയണമെന്ന് പറഞ്ഞാൽ ആ ഒരു സീനിൽ പ്രത്യേകിച്ച് ഒരു ദുർഗാപൂജ നടക്കുന്ന ഒരു സ്ഥലത്ത് സ്ത്രീ വേഷത്തിൽ നടക്കുന്ന വീണ്ടും ഒരു ഫൈറ്റ് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫൈറ്റ് എന്ന് പറയുന്ന നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുഷ്പയുടെ ആരോ ഒരാൾ മരിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു ചന്ദനമുട്ടിയിൽ വെച്ച് കത്തിക്കുന്നതും ആ ഒരു എല്ലാവരും മരിച്ചെടുത്ത് കൂടുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ഇതിൽ കാണുന്നതായിരിക്കും. ആ ഒരു സീനിന് മുമ്പായിട്ടായിരിക്കും അല്ലെങ്കിൽ ആ ഒരു സീനിന് ശേഷമായിരിക്കും ആ ഒരു വ്യക്തമായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യത. പുഷ്പേനെ പല രീതിയിലും ഈ വേർ ഈസ് പുഷ്പ എന്നുള്ള ആ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യത്തിൽ ഏറ്റവും എന്ന് പറയുന്ന പുഷ്പേനെ തേടി അടിക്കുന്ന ഒരു സീനുകളാണ്. അതായത് സെൻട്രൽ മിനിസ്റ്ററിൻ്റെ സഹായത്തോടുകൂടി ഫഹദ് ഫാസിലും ആ പോലീസും സെൻട്രൽ മിനിസ്റ്ററിൻ്റെ ഫോഴ്സും ചേർന്നുകൊണ്ട് തന്നെ പുഷ്പേനെ, അതായത് നമുക്ക് ഫഹദ് ഫാസിൽ പുഷ്പയുടെ കൂടെയുള്ള ഈ മംഗളം ശ്രീനു അല്ല പുഷ്പയുടെ എതിരാളിയായിട്ടുള്ള മംഗളം ശ്രീനുവിനൊക്കെ കൂടെ ചേർന്നുള്ള പല ഷോട്ടുകളും ഈ ഒരു ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതായത് അവരൊക്കെ ഒത്തുചേർന്നുകൊണ്ട് പുഷ്പേനെ അടിച്ചമർത്താൻ നോക്കുന്ന പല സീനുകളും അല്ലെങ്കിൽ പുഷ്പയുടെ ചരക്കുകൾ പിടിപ്പിക്കാൻ നോക്കുന്ന പല സീനുകളും അങ്ങനെ പുഷ്പ ഒളിവിൽ പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പക്ഷേ ജപ്പാൻ, ചൈന പോലുള്ള ഇൻ്റർനാഷണൽ ഡീലിങ്ങിലൂടെ പുഷ്പ അതിഭയങ്കരമായിട്ട് തിരിച്ചു വരികയും അവരത് പോരാടുകയും ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ തിരിച്ചും വീണ്ടും അവർ ജാപ്പനീസ് ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അതായിരിക്കും എനിക്ക് തോന്നുന്നത് ഇൻ്റർമിഷനായിട്ട് വരുന്നത്. കാരണം ആ ഒരു വെള്ളത്തിലേക്ക് വീഴുന്ന, കടലിലേക്ക് വീഴുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതോടെ ഇൻ്റർമിഷനിൽ വരുന്ന പുഷ്പ വീണ്ടും അടുത്ത ലെവലിൽ തിരിച്ചു വരുന്നതായിരിക്കും ആ ഇൻ്റർവെല്ലിന് ശേഷമുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ ഈ പുഷ്പയിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു വില്ലനല്ല, ഫഹദ് ഫാസിലുണ്ട്, മംഗളം പ്രകാശ് ഉണ്ട്, മംഗളം ശ്രീനു ഉണ്ട്, കൊണ്ടാറെഡ്ഡി ഉണ്ട്, പിന്നെ സെൻട്രൽ മിനിസ്റ്റർ ഉണ്ട്. എനിക്ക് തോന്നുന്ന MP പോലും ഈ ഒരു ആദ്യത്തെ സീനിൽ അല്ലെങ്കിൽ പുഷ്പ 1 പുഷ്പയുടെ അല്ലെങ്കിൽ പുഷ്പനെ സഹായിച്ചിരുന്ന MP പോലും പുഷ്പയ്ക്കെതിരായി തിരിയുന്ന ഒരു സീൻ നമുക്കിവിടെ കാണാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ പുഷ്പയുടെ ഫാമിലി സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം ഫസ്റ്റിൽ കുറച്ച് സീനുകൾ മാത്രമായിരുന്നു നമുക്കിത് കാണിക്കാൻ ശ്രമിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു സീനുകളിലും കുറേ അധികം തന്നെ ഫാമിലിയുടെ ഇതും കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഫാമിലിയുടെ ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ ഫാമിലി പുഷ്പയ്ക്ക് എത്രയധികം പ്രാധാന്യമുള്ളതൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സീനുകളും കാര്യങ്ങളൊക്കെ ഓവറായിട്ട് ഈ ട്രെയിലറിൽ തന്നെ. കാരണം മാസമായിട്ടുള്ള ഒരു ട്രെയിലറിൽ ഫാമിലി സീക്വൻസ് എത്ര ആഡ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും ഫാമിലിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ പുഷ്പ എന്തൊക്കെയോ പല കാര്യങ്ങൾ ഇതിൽ 2-3 സീക്വൻസിൽ നമുക്ക് പുഷ്പ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്, പിന്നെ ഫഹദ് ഫാസിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ ആ പുഷ്പയുടെ ഒരു എന്താ പറയുക, ഏറ്റവും എടുത്ത് പറയേണ്ടത് ഒരു പുഷ്പയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഗോഡൗൺ തന്നെയാണ്. അതിന് മുമ്പുള്ള ആ ഒരു മരം, ആ മരത്തിൽ ഇങ്ങനെ ചന്ദന മരങ്ങൾ ഇങ്ങനെ വെച്ച് അതിന് മുകളിൽ നിൽക്കുന്ന പുഷ്പ അല്ലെങ്കിൽ പുഷ്പ എത്രത്തോളം വളർന്നു എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു ഇതുകൂടി തന്നെയാണ്. പിന്നെ പുഷ്പ അതിൽ ഭയങ്കരമായിട്ട് സ്വർണത്തിൻ്റെ ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ട്. കാരണം പുതിയൊരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഗസ്റ്റർ കൂടി ഈ ഒരു പുഷ്പ 2 കാണിക്കുന്നുണ്ട്. ഫസ്റ്റിൽ ആ ഒരു തഗ്ഗേതില മാത്രമാണെങ്കിൽ രണ്ടാമത്തിൽ കയ്യിൽ വാച്ച് കാണിച്ചുകൊണ്ടുള്ള 2-3 സീനുകൾ കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു ആക്ഷനും വലത് കൈയിലൊരു ആക്ഷൻ കാണിക്കുന്നതോടുകൂടി തന്നെ ഈ ഒരു മൂവിയിൽ അടുത്തൊരു ഗസ്റ്റർ അത് തന്നെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പുഷ്പയുടെ തിരിച്ചടി ഈ ഒരു മൂവിയിൽ തന്നെ എൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് എൻഡ് ചെയ്തത് അതേപോലെ തന്നെ പുഷ്പ 2 എൻഡ് ചെയ്ത് പുഷ്പ ഒരു എൻഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. അതായത് 3rd പാർട്ട് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. കാരണം ഒരു വില്ലനോ 2 വില്ലനായിട്ടല്ല പുഷ്പയുടെ ഒരു ക്യാരക്ടർ. പുഷ്പ ഈ ഒരു സെക്കൻഡിൽ മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മരിക്കില്ല. കാരണം പുഷ്പ ദ റൈസ് ആണ് ഈ ഒരു മൂവിയുടെ പേര് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിൽ മരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ 3rd പാർട്ടിനുള്ള എല്ലാ ഹിൻറ്റും വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും സുകുമാർ ഈ ഒരു മൂവിയിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ തന്നെയായിരിക്കും ഇത് ഡയറക്ഷനും ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പുഷ്പയുടെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഇപ്പോൾ KGF എങ്ങനെയാണോ അവസാനം റോക്കി ബായ് ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബോർഡറിൽ വെച്ചുള്ള ആ ഫൈറ്റും കാര്യങ്ങൾ കാണിച്ചിട്ടില്ല, അതുപോലെ തന്നെ ഈ ഒരു പുഷ്പ ഇൻ്റർനാഷണൽ ഡീലിങ്ങിൽ പോവുകയും അടുത്തൊരു ഇതിൽ ഇൻ്റർനാഷണൽ ലെവലിൽ വന്ന് ഒരു പടം എൻഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നെക്സ്റ്റ് ലെവല് ഫുള്ളായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഈ ഒരു സീനിൽ ഈ ഫഹദ് ഫാസിലിൻ്റെ വില്ലൻ എന്ന് പറയുന്നത് പുഷ്പയ്ക്ക് ഒരു എതിരാളി പോലും അല്ല. കാരണം സെൻട്രൽ മിനിസ്റ്ററിൻ്റെ പവർ ഉണ്ട് അല്ലെങ്കിൽ പോലീസിൻ്റെ പവർ ഉണ്ടായിട്ട് പോലും പല സീനുകളിലും പുഷ്പ ഫയർ അല്ല വൈൽഡ് ഫയർ ആണെന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും ഫഹദ് ഫാസിലിൻ്റെ മുഖത്തും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്താലും അല്ലെങ്കിൽ എത്രയൊക്കെ
ഫൈറ്റ് ചെയ്യാൻ നോക്കിയാലും, അല്ലെങ്കിൽ എത്രയൊക്കെ പുഷ്പയെ അടിച്ചമർത്താൻ നോക്കിയാലും, അല്ലെങ്കിൽ എത്രയധികം പുഷ്പയെ തരണം ചെയ്യാൻ ശ്രമിച്ചാലും പുഷ്പ 2 മടങ്ങായി തിരിച്ചു വരുമെന്ന് തന്നെ ഫഹദ് ഫാസിലിൻ്റെ പല ആക്ഷനുകളും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുഷ്പ 2 ഭയങ്കരമായിട്ടുള്ള ഒരു സസ്പെൻസ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം.